നമ്മൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാൻ സഹായകരമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഡയൽ എ കോപ്പ്. ഇത് പോലീസ് അധികാരികൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ്. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ നമ്പർ, ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള റൂട്ട്, അതല്ലെങ്കിൽ ഉന്നത പോലീസ് അധികാരികളെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ എല്ലാം ഈ ആപ്ലിക്കേഷനിലുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. ഡയൽ എ കോപ്പ് ആൻഡ്രോയിഡിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ വീഡിയോയിൽ തന്നെ ഇടുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റർഫേസ് ഒന്ന് പരിചയപ്പെടാം. ഇന്റർനെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഡയൽ എ കോപ്പ് നമുക്ക് വർക്ക് ആവുന്നതാണ്. താഴെ വന്നു കഴിഞ്ഞാൽ സെലക്ട് ഓൾ, ഫേവറേറ്റ്, എമർജൻസി, വ്യൂ ഓൾ, യൂസേജ് എന്ന 5 ഓപ്ഷൻസ് ആണ് ഈ ആപ്ലിക്കേഷനിലുള്ളത്. ഇനി വ്യൂ ഓൾ എന്താണ് നമുക്ക് നോക്കാം. വ്യൂ ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്തെത്തി. ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനുമായിട്ട് നമുക്ക് ബന്ധപ്പെടണം. അതിനായി നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ, ആ പോലീസ് സ്റ്റേഷനിലെ SIയുടെ മൊബൈൽ നമ്പർ, ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനുള്ള റൂട്ടെല്ലാം നമുക്ക് കാണാവുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പൂച്ചാക്കൽ, എൻ്റെ സ്ഥലം പൂച്ചാക്കലാണ്, അതുകൊണ്ട് പൂച്ചാക്കൽ എന്ന് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ദെൻ കണ്ടോ, ഇപ്പോൾ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലെ SIയുടെ നമ്പർ, ലാൻഡ് ലൈൻ നമ്പർ, VPN, ഇമെയിൽ അഡ്രസ്സൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ട് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള റൂട്ട് നമുക്ക് ഈ മാപ്പ് തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്ത് തരുന്നതാണ്. ഇനി നമുക്ക് ഈ നമ്പർ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. നോർമൽ കേസിൽ ഷെയർ സിസ്റ്റം ഒക്കെ വരുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ആണ് ഷെയർ ആയിട്ട് പോകുന്നത്. എന്നാൽ ഇതിൽ തന്നെ ടോപ്പിൽ തന്നെ ഷെയർ എന്ന് പറഞ്ഞ ഐക്കൺ കാണാൻ സാധിക്കും. നമുക്ക് ഈ നമ്പർ നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കൺസേൺ പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ, ലാൻഡ് ലൈൻ നമ്പർ, മൊബൈൽ നമ്പറൊക്കെ ആയിട്ട് നമുക്ക് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ സഹായകരമാകുന്നതാണ്. അതിനുശേഷം ഫേവറേറ്റ് എന്ന ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഈ പോലീസ് സ്റ്റേഷൻ നമുക്ക് വേണമെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാമെന്നർത്ഥം. ഇത്രയും കാര്യങ്ങളാണ് സെർച്ചിൽ വരുന്നത്. വളരെ നല്ല കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ പോലീസ് സ്റ്റേഷൻ സെർച്ച് ചെയ്താൽ മാത്രം മതി. അവിടുത്തെ മൊബൈൽ നമ്പറും ലാൻഡ് ലൈൻ നമ്പറും പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴി തന്നെ ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇനി അടുത്തത് ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും മൊബൈൽ നമ്പർ ഫേവറേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ലിസ്റ്റിൽ ലഭിക്കുന്നതാണ്. ദെൻ എമർജൻസിയിൽ ഒരുപാട് ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചൈൽഡ് ലൈൻ, ഹൈവേ പോലീസ്, ദെൻ റെയിൽവേ അലർട്ട്, മെസ്സേജ് അലർട്ട്, അങ്ങനെ നമുക്ക് കോമൺലി വേണ്ട കുറെ സിസ്റ്റംസ് ആണ് ഈ എമർജൻസി എന്ന് പറയുന്ന ഓപ്ഷനിലുള്ളത്. ഇനി 4ാമത്തെ പോയിന്റ് ആണ് വ്യൂ ഓൾ. വ്യൂ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് വെച്ച് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ കൊച്ചി റേഞ്ച് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പോലീസ് അധികാരികളുടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഡയൽ എ കോപ്പ്. നമ്മൾ ഏതെങ്കിലും ഒരു അപകട സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ പോലീസ് അധികാരികളെ ബന്ധപ്പെടാവുന്നതാണ്. എന്തായാലും ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം സഹായകരമാകുന്നു എന്ന രീതിയിലുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.